അവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെയും സുഖത്തോടെയും ഇരിക്കട്ടെ. ഞാനിന്ന് ഒരു ലളിതമായിട്ടൊരു പാചകമാണ്. പിന്നെ ഒരു മുട്ടയപ്പം എന്ന് പറയും. എന്നാൽ എൻ്റെയൊക്കെ കൊച്ചിലെ അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്നത് എല്ലാവർക്കും അറിയായിരിക്കും. ലളിതമാണ്, പെട്ടെന്ന് നമുക്ക് ആരെങ്കിലും ഒരു വൈകിട്ടൊക്കെ വീട്ടിൽ വരുവാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ചിലർക്ക് അറിയത്തില്ല, മുട്ടയൊക്കെ ചേരുന്നതാണ്. പെട്ടെന്നാലും കുറച്ച് വലിയ രുചിയില്ലെങ്കിലും ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായിരുന്നു. പെട്ടെന്ന് അമ്മ ഉണ്ടാക്കി തരും. അതിന് എന്താണെന്ന് പറഞ്ഞാൽ ഈ തവിയിൽ 3 വറുത്ത അരിപ്പൊടിയാണ്, 3 തവി അരിപ്പൊടിയും 2 മുട്ടയും പഞ്ചാര ആവശ്യമുള്ളവർക്കിടാം. ഞാൻ കുറച്ച് പഞ്ചാര ഇട്ടു. പിന്നെ പാൽ ഒഴിക്കണം. പിന്നെ കുറച്ച് തേങ്ങാപ്പീര് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുവാണേ. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഞാനിവിടെ വല്ലപ്പോഴും ഇതൊക്കെ ഉണ്ടാക്കും. എന്നൊന്നുമില്ല, കുറച്ച് വല്ലപ്പോഴുമൊക്കെ. നമുക്ക് ആദ്യമേ ഇതിനകത്ത് കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് വേണം ഉണ്ടാക്കാൻ. ഞാനിച്ചിരി നെയ്യ് പുരട്ടിയിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ചിലർ എണ്ണ തടവി ഉണ്ടാക്കും. ഞാൻ ഇച്ചിരി നെയ്യ് ഇങ്ങോട്ട് ഇത് വാഴയുടെ തണ്ടാണ് ഇത്. എനിക്ക് ഇഷ്ടം ഇതാണ്. ഞാൻ മറ്റേതൊന്നും ഞാൻ ഉപയോഗിക്കത്തില്ല. ഇതാകുമ്പം കുഴപ്പമില്ലല്ലോ, നമുക്ക് സേഫായിട്ടിരിക്കുകയും ചെയ്യും. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ കടയിൽ നിന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇച്ചിരിയും കൂടെ ഇഷ്ടം ഇതാണ്. നമുക്ക് ഇച്ചിരിയുടെ ഒരു വിശ്വാസം ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്കിപ്പം ഇത് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അത് എത്രയുടെ ഇഷ്ടമാണേ. മാവൊന്ന് ഒഴിക്കാവേ. ഷേപ്പൊന്നും വന്നില്ല, എന്നാലും ടേസ്റ്റ് കാണും. ഞാൻ ഈ മൊബൈലിലാണ് ഇതൊക്കെ എടുക്കുന്നത്. നമുക്കങ്ങനെ വലുതായിട്ടൊന്നും അറിയത്തില്ല. ഇത് അടച്ചു വെക്കണ്ട. ഇങ്ങനെ നമുക്ക് ഇല്ലേ ദോശ ചുട്ടെടുക്കത്തില്ല, അതേപോലെ നമുക്ക് പെട്ടെന്നാവും ഇത്. പെട്ടെന്ന് ഉണ്ടാക്കാം. ചൂടോടെ കഴിക്കണം. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും. ചൂടോടെ പെട്ടെന്ന് കഴിയും. ഞാൻ ഈ കാസറോളിനകത്ത് ഇട്ടങ്ങ് വെച്ചേക്കും. അടുത്ത് നിൽക്കണം. കരിഞ്ഞു പോയാൽ പിന്നെ അത് ഒത്തിരി നെയ്യ് ഒഴിക്കണ്ട. ഇപ്പോൾ ആർക്കും വലിയ നെയ്യും അങ്ങനെ എണ്ണയൊന്നും കൂടുതൽ വേണ്ടല്ലോ. കുറച്ച് നെയ്യ് മതി. അങ്ങനെ മാവ് കുഴച്ച് ഒരു 5 മിനിറ്റ് ഇരുന്നാൽ മതി. അങ്ങനെ ഒത്തിരി നേരം വെക്കണ്ട കേട്ടോ. കുറച്ചിരുന്നാൽ മതി. പെട്ടെന്ന് ആവും ഇത്, പെട്ടെന്നാവും. ഈ വാഴയുടെ ഈ തണ്ടായതുകൊണ്ടേ വലിയ നെയ്യും ആവത്തില്ല. നമുക്കൊന്ന് വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരട്ടി കൊടുത്താൽ മതി. ഉണ്ടോ? അടുത്തത് അതേപോലെ ഉണ്ടാക്കാവേ. ലോ ഫ്ലെയിമിൽ ഇടണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇടണം.
ഒത്തിരി അങ്ങോട്ട് വരത്തണ്ട, കുറച്ച് മതിയേ. പണ്ട് അമ്മ ഉണ്ടാക്കി തരും, ഞങ്ങൾ നല്ല ടേസ്റ്റായിട്ട് കഴിക്കും. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ. പെട്ടെന്ന് ചൂടോടെ ഉണ്ടാക്കി കൊടുത്താൽ പെട്ടെന്ന് ഇച്ചിരി വൈകിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്കിപ്പം എപ്പോഴൊന്നും പെട്ടെന്ന് ഒരു സ്നാക്സ് അല്ല, ഒരു പലഹാരം ചായയുടെ കൂടെയോ അല്ലെ സ്കൂളിൽ നിന്ന് പിള്ളേർ വരുമ്പോഴോ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. ചൂടോടാകുമ്പോൾ അവർ കഴിച്ചോളും. നല്ല മയത്തിൽ നല്ലതായിട്ട് വന്നിട്ടുണ്ടേ. തേങ്ങാപ്പാൽ ചെയ്യാം, പക്ഷെ ഞാൻ തേങ്ങാപ്പീരയാണ് ഞങ്ങളിടുന്നത്. തേങ്ങാപ്പീര ഇടാം, പിന്നെ അതിനകത്ത് ഏലക്കയോ അങ്ങനെയൊക്കെ ഇടുന്നവരുണ്ട്. ഞാൻ ഏലക്കയൊന്നും ഇട്ടിട്ടില്ല, അത്രയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണേ. അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ എന്തായാലും പറയാം. ഞാനിപ്പം അങ്ങനെ വലിയ പാചകക്കാരിയൊന്നുമല്ല, നമുക്ക് അറിയുന്നത് ട്രൈ ചെയ്ത് നോക്കും, അത്രയേ ഉള്ളൂ. പ്ലാസ്റ്റിക് പാത്രമാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ഇച്ചിരി മാറ്റി. പ്ലാസ്റ്റിക് പാത്രത്ത് ഈ തീ ശരിയാവത്തില്ല. ഇതെല്ലാം ഉപയോഗിക്കുന്നവർ കാണും, ഇങ്ങനെ ഈ വാഴയുടെ തണ്ട്. പണ്ടുള്ളവരെല്ലാം ഇത് ഇങ്ങനെയൊക്കെയല്ലേ ഉപയോഗിക്കുന്നത്, ഇപ്പോഴല്ലേ പുതിയ സാധനങ്ങളൊക്കെ ഇറങ്ങുന്നത്. എല്ലാവരും അതാ ഉപയോഗിക്കുന്നത്, ഞാനും ഉപയോഗിച്ചിട്ടുണ്ടേ. പക്ഷേ എനിക്ക് ഇച്ചിരിയുടെ വിശ്വാസം ഇതാ, നമുക്കാകുമ്പോൾ ഒന്നും പേടിക്കാനില്ല. എല്ലാം എന്ന് പറഞ്ഞ് നമ്മളെല്ലാം ഉപയോഗിക്കുന്നത് പച്ചക്കറികളിലെല്ലാം കീടനാശിനികൾ നമ്മൾ കഴുകി ഉപയോഗിക്കും. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതൊക്കെ തന്നെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും അവരുടെ പാചകം കാണിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ യൂട്യൂബ് എല്ലാവരുടെയും പാചകങ്ങളൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാനും. ഞാൻ എല്ലാവരുടെയും പാചകങ്ങൾ കാണും. എല്ലാവരും അവരവരുടെ ഇഷ്ടമുള്ളത് ഇടും, നമുക്ക് കാണാം. നല്ലതല്ലേ കാണുന്നതൊക്കെ, പഠിക്കാം. എത്രയോ പാചകങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല, എത്രയോ പാചകങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കി ഞാൻ പഠിക്കുന്നുണ്ട്. നമുക്ക് നോർമലായിട്ട് പാചകം ചെയ്യാൻ അവിയൽ, സാമ്പാർ, മീൻ, മോര്, പിന്നെ വല്ലപ്പോഴും ഒരു ബിരിയാണി, അങ്ങനെയൊക്കെയോ. പിന്നെ ഇത് വെറൈറ്റി പാചകങ്ങളൊക്കെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയാണ് ഞാൻ പഠിച്ചത്. നല്ലതല്ലേ, നല്ല രസം അത് കാണാനും ഒക്കെ. എല്ലാവരും ഞാൻ അഭിനന്ദിക്കുന്നു, യൂട്യൂബേഴ്സ്, പാചകക്കാരെല്ലാം. എല്ലാവരും റിസ്ക് എടുത്ത് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ എൻ്റെ ഒരു ഇതായിട്ട് ഞാൻ കാണിച്ചതേ ഉള്ളൂ.
ഓക്കെ. നിങ്ങളുടെ എന്തുണ്ടെങ്കിലും എന്നെ ഒന്ന് അറിയിക്കണേ. എപ്പോഴൊന്നും എനിക്ക് വല്ലപ്പോഴും ഒക്കെ ഇടാം. നമ്മളൊക്കെ ചെറിയ പാചകക്കാർ, അങ്ങനെയൊന്നുമില്ല. നമുക്ക് അറിവുള്ളവരൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു തരണം. ഓക്കെ.